എല്ലാ മനസുഹൃത്തുക്കൾക്കും ടൂറിസ്റ്റ് അടക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂര് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കേരളത്തിൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ വളരെ പഴക്കമുള്ള, കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ തന്നെ വളരെ പഴക്കമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂര്. മലയാറ്റൂര് മലയുടെ മേളിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് വർഷങ്ങളുടെ പഴക്കം, അതായത് ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമാസ് ലീഹ നേരിട്ട് ഇവിടെ വരികയും ഇവിടുത്തെ പള്ളി സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ വിശ്വാസങ്ങൾക്കും അത്രയും പഴക്കമുണ്ട്. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള 50 നോമ്പ് സമയത്താണ് ഇവിടുത്തെ തീർത്ഥാടനം നടത്തുന്നത്. ആ സമയത്ത് ആളുകൾ നോമ്പൊക്കെ എടുത്ത് വളരെ പ്രാർത്ഥനയോടുകൂടി പാപപരിഹാരം എന്നോണമാണ് ഈ മല കയറുന്നത്. അപ്പൊ ഈ ഇവിടുത്തെ ഈ മലയാറ്റൂരിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിലുടനീളം ഉള്ളത്. ഇതിന്റെ ഒരു ചരിത്ര വഴികളിലൂടെയുള്ള ഒരു യാത്രയും കൂടി ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദൂരെ കാണുന്നതാണ് മലയാറ്റൂർ മല. അതിന് മുകളിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് പള്ളിയും പിന്നെ ചരിത്രപ്രധാനമായിട്ടുള്ള പല സംഭവങ്ങളും ഉള്ളത് ആ മലയുടെ മുകളിൽ. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ലേക്കിൽ പെഡൽ ബോട്ടൊക്കെ ചവിട്ടാനുള്ള സൗകര്യമുണ്ട്. ഒരു ചെറിയ കിഡ്സ് പാർക്കും ഉണ്ട് ഇവിടെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ചില സമയങ്ങളിൽ, അതായത് നല്ല തിരക്കുള്ള സമയങ്ങളിൽ ഈ പാർക്കിംഗ് ഒക്കെ ഫില്ലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കായി ആകെ പ്രശ്നമാവാറുണ്ട് ഇവിടെ. ഇത് തോമസ് ലീഹയുടെ ഒരു രൂപമാണ്. ഈ രൂപത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അതിനൊന്ന് വലം വെച്ചിട്ടാണ് എല്ലാരും തീർത്ഥാടനം ആരംഭിക്കാറ്. അതായത് മലകയറ്റം ഇവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്. ഇത് കാടിന്റെ ഒരു ഭാഗം തന്നെയാണ്. ആളുകൾ കയറിയും കയറാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയും ഇവിടെ ഒരു വഴി പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഇരുവശത്തും ഇപ്പോഴും വനം തന്നെയാണ്. തീർത്ഥാടനം ഇല്ലാത്ത സമയത്ത് ആളനക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാറുണ്ട്. മല കയറുമ്പോൾ പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്നും, മല ഇറങ്ങുമ്പോൾ പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല ഇറക്കം എന്നും ഉരുവിട്ടുകൊണ്ടാണ് ഭക്തര് മല കയറുന്നത് ഇറങ്ങുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ 14 സ്ഥലങ്ങളുണ്ട് ഇവിടെ. അവിടെയൊക്കെ പ്രാർത്ഥിച്ചും നേർച്ചയിട്ടും മെഴുകുതിരിയൊക്കെ കത്തിച്ചും വളരെ ഭക്തിപൂർവമാണ് ആൾക്കാർ മല കയറുന്നത്. 14ാം സ്ഥലവും കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് മലയുടെ മുകളിൽ. ഇവിടെയാണ് മാർത്തോമാ മണ്ഡപം ഉള്ളത്. ഇവിടെയും നല്ല ഭക്തിപൂർവമായിട്ടുള്ള പ്രാർത്ഥനകൾ നടക്കും. മല കയറി ക്ഷീണിതരായി വരുന്ന എല്ലാവരും തന്നെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനും, പിന്നെ മലമുകളിലായതുകൊണ്ട് കുറച്ച് ദൂരെ കാഴ്ചയൊക്കെ കിട്ടും. ചില സമയത്ത് നല്ല കാറ്റും കിട്ടും. അപ്പൊ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാനിരിക്കണ ഒരു സ്ഥലമാണത്. പിന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നെടുമ്പാശ്ശേരിയിലുള്ള കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റും. അതിന്റെ ലൈറ്റും പിന്നെ വിമാനത്തിന്റെ ലൈറ്റും ഒക്കെ വന്ന് ലാൻഡ് ചെയ്യണതൊക്കെ ഇവിടെ നോക്കിയാൽ ഏറെക്കുറെയൊക്കെ മനസ്സിലാവുന്ന ടൈപ്പ് കാണാൻ പറ്റും. ക്ലൈമറ്റും കൂടി നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ കാണാൻ പറ്റൂല. വളരെ പഴക്കമുള്ള ഒരു പള്ളിയാണിത്. 1595 ഇത് സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആ കാലത്ത് ഇവിടെ ഘോരവനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും കൂടുതൽ മൃഗങ്ങളും വന്ന് ഈ പ്രദേശത്ത് ഉണ്ടായിട്ട് കാണും. ആ കാലത്ത് ഈ പള്ളി ആന കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരടിയോളം ആഴത്തിൽ ആനക്കൊമ്പ് മതിലിന്റെ ഉള്ളിൽ കയറിയതിന്റെ പാടുകൾ ഇപ്പോഴും ഈ മതിലിലുണ്ടെന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഗ്ലാസ് ഒക്കെ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ആന അങ്ങനെ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ആന കുത്തിയ പള്ളി എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇതിന്റെ കാലപ്പഴക്കവും പിന്നെ സൗകര്യക്കുറവൊക്കെ കണക്കിലെടുത്ത് ഇവിടെ പുതിയൊരു പള്ളിയും കൂടി പണിതിട്ടുണ്ട്. ആ പള്ളിയിലാണ് ഇപ്പൊ പ്രാർത്ഥനയും കുർബാനയും ബാക്കി മറ്റ് ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ആ പള്ളിയിലാണ്.
ഇവിടെ ഒരു കിണറുണ്ട്, അത്ഭുത കിണർ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്കും തോന്നി ഇതൊരു അത്ഭുത കിണർ തന്നെയാണെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മലയുടെ ഉയരം ഏതാണ്ട് 1269 അടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും ഹൈറ്റിലാണ് ഈ മല നിൽക്കുന്നത്. അപ്പൊ അതിന്റെ മേളിൽ ഇത്രയും മാത്രം ആഴം ഉള്ള ഈ കിണറിന് ഇപ്പോഴും വെള്ളമുണ്ടെന്നുള്ളതാണ്. അതായത് ഈ സമയത്ത് ഒരു വേനൽ മഴ പോലും കിട്ടിയിട്ടില്ലാത്ത ഈ ഒരു സീസണിലും ഇത്രയും വെള്ളം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഇതൊരു അത്ഭുതം തന്നെയായിട്ടാണ് എനിക്കും തോന്നിയത്. ഇവിടെ ധ്യാനത്തിൽ മുഴുകിയിരുന്ന തോമസ് ലീഹ ദാഹിച്ചപ്പോൾ പാറയിൽ കുത്തുകയും അപ്പോൾ അവിടെ നിന്ന് ഒരു ജലപ്രവാഹം ഉണ്ടായി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ സ്ഥലത്താണ് ഈ കിണർ നിലനിൽക്കുന്നത്. ഈ ജലം ഉപയോഗിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇത് ഇവിടത്തെ പൊൻകുരിശി. അതീവ ദുഃഖിതനായ ധ്യാനത്തിൽ മുഴുകിയിരുന്ന തോമസ് ലീഹ പാറയിൽ തൊട്ടപ്പോൾ ഒരു പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പൊൻകുരിശിന്റെ പ്രതീകമായിട്ടാണ് ഈ കാണുന്ന കുരിശ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഇവിടത്തെ കൊടിമരം. ഇവിടെ തോമസ് ലീഹയുടെ കാൽപ്പാട് പാറയിൽ മുദ്രയായിട്ടുണ്ട്. ക്യാമറയിൽ അത്ര വ്യക്തമല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ കാൽപ്പാടായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത്രയും കാഴ്ചകളും വിശേഷങ്ങളുമാണ് മലമുകളിലുള്ളത്. ഇന്ത്യൻ ക്രിസ്തീയ സഭാ വിശ്വാസപ്രകാരം ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള വേറെ ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടാന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത് താഴ്ത്തപ്പള്ളി. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണത്. ഇപ്പോൾ ഇത് നിത്യാരാധന ചാപ്പലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പഴയ പള്ളിയുടെ കാലപ്പഴക്കവും സൗകര്യക്കുറവും ഒക്കെ കണക്കിലെടുത്ത് പണിത പുതിയ പള്ളിയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നല്ല വലിപ്പവും നല്ല മനോഹരവുമായ പണിയാണ് ഈ പള്ളിയുടെ. പക്ഷെ ഇപ്പൊ ഈ പള്ളി റിനോവേഷൻ പണികൾക്ക് വേണ്ടി പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവേശനമില്ല ഇപ്പൊ. ഇവിടെ നിന്ന് പെരിയാറിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഒരു കുളി കുളിച്ചാല് മല കയറി ഇറങ്ങിയതിന്റെ ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് നല്ല റീഫ്രഷിങ് ആക്കാൻ നല്ല അടിപൊളി സംഭവമായിരിക്കും. ഇപ്പൊ വെള്ളം ഭയങ്കര കുറവാണ്. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് പേര് കുളിക്കുന്നത് കൊണ്ട് അവരുടെ പ്രൈവസി ക്യാമറയായിട്ട് ഞാൻ നശിപ്പിച്ചില്ല. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമന്റും ഷെയറും കൂടെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.